ഒരു നഗരത്തിൻ്റെ വിധി മറ്റൊരു നഗരത്തിലെ 90 മിനിറ്റുകളാൽ ചരിത്രത്തിൽ കുറിക്കപ്പെടുന്ന അപൂർവമായ രാത്രി. ബോൺമൗത്തിലെ വിറ്റാലിറ്റി സ്റ്റേഡിയത്തിൽ ബൂട്ട് കെട്ടുമ്പോൾ ജയം മാത്രമായിരുന്നു സിറ്റിയുടെ മനസ്സിൽ. പല സീസണുകളിലായി പലതവണ ഇതുപോലുള്ള കടമ്പകൾ കടന്ന സിറ്റി ഇക്കുറിയും വിജയിക്കുമെന്ന് തന്നെയായിരുന്നു പലരും കരുതിയത്. പക്ഷേ ഇത് ഗണ്ണേഴ്സിൻ്റെ കഥയായിരുന്നു. ഈ കഥയിലെ നായകർ അവർ മാത്രമായിരുന്നു. 22 വർഷങ്ങൾ, ഏതാണ്ട് ഒരു ആയുസ്സിൻ്റെ 4/1 ഭാഗം. എത്രയെത്ര മാറ്റങ്ങളാണ് അതിനിടയിൽ കടന്നുപോയത്. ഹൈബരുടെ പുൽത്തകിടിമാറി ലണ്ടൻ്റെ ആകാശത്തിലേക്ക് എമിറേറ്റ്സിൻ്റെ വിസ്മയ ഗോപുരങ്ങൾ ഉയർന്നു പൊങ്ങി. കണ്ണീരും പുഞ്ചിരിയും ഒരുപോലെ കണ്ട പ്രിയപ്പെട്ട പ്രൊഫസർ ആഴ്സൺ വെംഗർ പടിയിറങ്ങി. ഡെന്നിസ് ബെർക്കാമും തിയറി ഹെൻറിയും വിയേരയും നയിച്ച സുഗന്ധമുള്ള യുഗത്തിൽ നിന്ന് വാൻ പേസിയുടെയും അലക്സിസ് സാഞ്ചസിൻ്റെയും ഓസ്ലിൻ്റെയും ഒബയോമിങ്ങിൻ്റെയും കാലഘട്ടത്തിലൂടെ കടന്നുപോയി. കളിക്കാർ മാറി, തന്ത്രങ്ങൾ മാറി, കോച്ചുമാർ മാറി, എതിരാളികൾ മാറി. പക്ഷേ എമിറേറ്റ്സിൻ്റെ ക്യാബിനറ്റിലെ പ്രീമിയർ ലീഗ് ട്രോഫിയുടെ സ്ഥാനം മാത്രം ഒഴിഞ്ഞുകിടന്നു. ഓരോ സീസണിൻ്റെ തുടക്കത്തിലും പ്രതീക്ഷകളുടെ പുതിയ കോട്ടകൾ കെട്ടി ഒടുവിൽ നിരാശയോടെ തലകുനിച്ച് മടങ്ങേണ്ടി വന്ന 860 ദിവസങ്ങൾ. ആ നിശബ്ദ വേദനകൾക്കും പരിഹാസങ്ങൾക്കും ഒടുവിൽ കാത്തിരിപ്പിൻ്റെ കണ്ണീർ തുടച്ചുകൊണ്ട് വിധി വന്നെത്തിയിരിക്കുന്നു. ഹൈബരുടെ ആത്മാവ് എമിറേറ്റ്സിൽ പുനർജനിച്ചിരിക്കുന്നു. ഗണ്ണേഴ്സ് വീണ്ടും രാജാക്കന്മാരായിരിക്കുന്നു. ഇന്നലെ ലോകമെമ്പാടുമുള്ള ഗണ്ണേഴ്സ് ആരാധകർക്ക് വെറുമൊരു ദിവസമായിരുന്നില്ല. ദേശഭാഷ വ്യത്യാസമില്ലാതെ ലോകത്തെല്ലായിടത്തുമുള്ള കോടിക്കണക്കിന് ആരാധകരെല്ലാം ബോൺമൗത്തിൻ്റെ കോർട്ടിലേക്ക് കണ്ണുകളയച്ച് കാത്തിരിക്കുകയായിരുന്നു. 39-ാം മിനിറ്റിൽ ജൂനിയർ ക്രൂപ്പിയുടെ ആ മനോഹരമായ കേളിംഗ് ഷോട്ട് സിറ്റിയുടെ വല തുളച്ചപ്പോൾ ആഘോഷമെല്ലാം ഉയർന്നത് നോർത്ത് ലണ്ടനിലാണ്. പെപ് ഗാർഡിയോള തലയിൽ കൈവച്ചിരുന്ന നിമിഷം. പക്ഷേ അവസാന മിനിറ്റിൽ ഹാളണ്ട് സമനില ഗോൾ നേടിയപ്പോൾ മറ്റൊരു ഡ്രാമ കൂടി പ്രതീക്ഷിക്കപ്പെട്ടു. പക്ഷേ ഫൈനൽ വിസിലുയർന്ന ആ സെക്കൻഡ് അത് ലണ്ടൻ നഗരത്തിൽ ഒരു ഭൂകമ്പം പോലെയാണ് അനുഭവപ്പെട്ടത്. വല്ലാത്തൊരു നിശബ്ദതയ്ക്ക് ശേഷം പൊട്ടിത്തെറിച്ച വമ്പൻ ആനന്ദം. 22 വർഷങ്ങളുടെ ഭാരമാണ് ആ ഒരൊറ്റ വിസിൽ ശബ്ദത്തോടെ ആരാധകരുടെ നെഞ്ചിൽ നിന്ന് ഇറക്കി വെക്കപ്പെട്ടത്. വിറക്കുന്ന കൈകളോടെ ആകാശം നോക്കി നന്ദി പറയുമ്പോൾ ഓരോ ആരാധകൻ്റെയും മനസ്സിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: അതെ, നമ്മളത് നേടിയിരിക്കുന്നു. പക്ഷേ ഈ കിരീടം വെറുമൊരു ഭാഗ്യമോ സ്വാഭാവികതയോ അല്ല. ഇതിന് പിന്നിൽ ഒരു മനുഷ്യൻ്റെ ചോരയും നീരുമുണ്ട്: മിഖേൽ ആർട്ടേറ്റയുടെ. 2019-ൽ അമരക്കാരനായി വരുമ്പോൾ ആഴ്സണൽ ദിക്കറിയാതെ പോയിരുന്ന ഒരു കപ്പലായിരുന്നു. അവിടെ നിന്നാണ് അർട്ടേറ്റ തൻ്റെ പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. ധൃതിയില്ലാതെ മാനേജ്മെൻറ്റ് അതിൻ്റെ കൂടെ നിന്നു. ക്ലബിൻ്റെ അന്തസ്സിന് നിരക്കാത്ത വലിയ താരങ്ങളെ അർട്ടേറ്റ പടിക്ക് പുറത്താക്കി. പകരം അച്ചടക്കമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെ ചേർത്ത് നിർത്തി. ബുക്കായോ സാക്കയെയും മാർട്ടിനെല്ലിയെയും വില്യം സലീബയെയും പോലുള്ള കൗമാരക്കാരെ അദ്ദേഹം വളർത്തിയെടുത്തു. ഓരോ തോൽവിയിലും ട്രസ്റ്റ് പ്രോസസ് എന്നാണ് അദ്ദേഹം ആരാധകരോട് പറഞ്ഞത്. പക്ഷേ യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായി വളർത്തിയിട്ടും കപ്പ എവിടെ എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമുണ്ടായിരുന്നില്ല. പോയ 3 സീസണുകളിലും കിരീടത്തിൻ്റെ തൊട്ടരികിലെത്തി വീണുപോയതിൻ്റെ മുറിവുകൾ ആരാധകരെ വല്ലാതെ വേദനിപ്പിച്ചു. നന്നായി തുടങ്ങി ക്രിസ്മസിന് ശേഷം തകരുന്നവർ. ഡിസംബറിലെ തണുപ്പിൽ മത്സരക്രമങ്ങൾ കടുപ്പമാകുമ്പോൾ ആഴ്സണലിൻ്റെ കാലുകൾ ഇക്കുറിയും വിറക്കുമെന്നും അവർ പതിവ് പോലെ തകർന്നടിയുമെന്നും എല്ലാവരും പ്രവചിച്ചു. സക്ക FC, സെറ്റ് പീസ് FC, റണ്ണേഴ്സ് FC, നെറ്റ്ഫ്ലിക്സ് FC എന്നിങ്ങനെ നീളുന്ന പരിഹാസങ്ങൾ. കൂടെ കളിശൈലിയെക്കുറിച്ചും ഡാർക്ക് ആർട്സിനെക്കുറിച്ചുമുള്ള വിമർശനങ്ങൾ. ഇക്കുറി കൂടി പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ പരിഹാസങ്ങളും വിമർശനങ്ങളും ഒന്നുകൂടി അധികരിക്കുമായിരുന്നു. ഈ സീസൺ തുടങ്ങും മുമ്പേ ഫേവറിറ്റുകൾ ആഴ്സണൽ തന്നെയായിരുന്നു. തുടക്കത്തിലെ കുതിപ്പിന് ശേഷം ലിവർപൂൾ വീണതോടെ ഗണ്ണേഴ്സ് ഹോട്ട് ഫേവറേറ്റായി. ചെൽസിയും ആസ്റ്റൺ വില്ലയും ഇടക്കൊന്ന് പൊരുതി നോക്കിയെങ്കിലും അതും തീർന്നു. കൂടെ തുടർച്ചയായ 2ാം സീസൺ കൂടി സിറ്റിക്ക് തെച്ചതോടെ കിരീടം ഗണ്ണേഴ്സിന് ഈസി വാക്ക് ഓവറാകുമെന്നാണ് തോന്നിച്ചത്. എന്നാൽ ക്രിസ്മസിന് ശേഷം മാഞ്ചസ്റ്റർ സിറ്റി ബീസ്റ്റ് മോഡിലേക്ക് ഉയർന്നു. എങ്കിലും എത്തിപ്പിടിക്കാനാകാത്ത ഉയരത്തിൽ തന്നെയായിരുന്നു ആഴ്സണൽ. എന്നാൽ ഏപ്രിൽ മാസത്തോടെ കഥ മാറുന്നതാണ് കണ്ടത്. ഗണ്ണേഴ്സ് വിജയങ്ങൾ കണ്ടെത്താൻ പാടുപെട്ടപ്പോൾ സിറ്റി കുതിച്ചു പാഞ്ഞു. ഒടുവിൽ നിർണായക മത്സരത്തിൽ എത്തിഹാദിൽ സിറ്റിക്ക് മുന്നിലും തോറ്റതോടെ പെപ് ഗാർഡിയോള ഹോട്ട് ഫേവറേറ്റായി മാറി. മറ്റൊരു ചോക്കിംഗ് എന്ന ആഴ്സണൽ ആരാധകർ പോലും കരുതിയ നിമിഷങ്ങൾ. പക്ഷേ അവസാന ലാപ്പിൽ ഇടറാതെ പതറാതെ പൊരുതിയാണ് ഗണ്ണേഴ്സ് കാത്തിരിപ്പ് അവസാനിപ്പിക്കുന്നത്. ഈ വിജയത്തിൽ പലരുടെയും പേര് പറയാതെ പോയാൽ അത് അനീതിയാകും. ഗോൾവരക്ക് മുന്നിൽ ചിറകു വിരിച്ചു നിന്ന ഡേവിഡ് റയയാണ് ആദ്യത്തേത്. മറ്റൊന്ന് കോട്ട കെട്ടിക്കാത്ത 2 കൽത്തൂണുകൾ: വില്യം സലീബയും ഗബ്രിയേലും. മധ്യനിരയിൽ കളം വരച്ച ഡെക്ലാൻ റൈസ്, ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ്, വലതുവിങ്കിൽ കുതിച്ചുപാഞ്ഞ ബുക്കായോ സാക്ക, കുട്ടിത്തം മാറാത്ത പോരാട്ടമുള്ള മാക്സ് ടോമാൻ എന്നിങ്ങനെ ആ പേരുകൾ നീണ്ടുപോകുന്നു. ഈ സീസണോടെ എമിറേറ്റ്സിലെത്തിയ എബ്രേച്ചിയസ, മാർട്ടിൻ സുബിമെൻഡി, വിക്ടർ യോക്കറിസ് എന്നിവരും മോശമാക്കിയിട്ടില്ല. ആദ്യ മത്സരങ്ങളിൽ മിന്നിത്തിളങ്ങിയ റിക്കാർഡോ കലഫിയോരിയെയും എങ്ങനെ മറക്കാൻ. സെറ്റ് പീസ് ഗോളുകൾക്ക് പിന്നിൽ കരുക്കൽ നീക്കിയ നിക്കോളാസ് ജോവറിനും കൊടുക്കണം ഒരു കൈ. ഞായറാഴ്ച ക്രിസ്റ്റൽ പാലസിനെതിരെയാണ് ഗണ്ണേഴ്സിൻ്റെ സീസണിലെ അവസാന മത്സരം.
അത് വെറുമൊരു മത്സരമായിരിക്കില്ല, അതൊരു വമ്പൻ ആഘോഷമായിരിക്കും. സെൽഹസ്റ്റ് പാർക്കിൽ അവർ പ്രീമിയർ ലീഗ് ട്രോഫി ആകാശത്തേക്ക് ഉയർത്തുമ്പോൾ 22 വർഷത്തെ ആ ഇരുണ്ട രാത്രികൾക്കാണ് അറുതിയാകുന്നത്. ലണ്ടനിലെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ആ ചുമരിൽ മങ്ങിക്കിടന്നിരുന്ന പ്രീമിയർ ലീഗ് കപ്പിൻ്റെ രൂപത്തിന്മേൽ വെളിച്ചം തെളിയും. അതുകൊണ്ടും ഈ കഥ തീരുന്നില്ല. മെയ് 30 ബുഡാപെസ്റ്റിൽ PSG-ക്കെതിരെ യൂറോപ്പ് ജയിക്കാനുള്ള ഒരു അംഗം കൂടി ബാക്കിയുണ്ട്. അതുകൂടി നേടി ഈ ഫുട്ബോൾ സീസണിനെ ഗണ്ണേഴ്സ് തങ്ങളുടേത് മാത്രമാക്കി മാറ്റുമോ?